ഹലോ ഗായ്സ്, ഇന്ന് കരിക്കകത്തമ്മയുടെ പുറത്തെഴുന്നള്ളത്തിൻ്റെ ആദ്യ ദിവസമാണ്. ഇവിടെ തങ്കരഥത്തിലാണ് ദേവി പുറത്തെഴുന്നള്ളുന്നത്. ഉത്സവ മഹാമഹത്തിൻ്റെ 5-ാം ദിവസമാണ് ദേവിയുടെ ആദ്യ ദിവസത്തെ പുറത്തെഴുന്നള്ളത്ത് നടക്കുന്നത്. മാത്രമല്ല എൻ്റെ വീട്ടിലും ഇന്നാണ് ദേവി പുറത്തെഴുന്നള്ളി വരുന്നത്. അപ്പോൾ രാവിലെ 8:45 കൂടി തന്നെ അമ്മ പുറത്തേക്ക് ശ്രീകോവിൽ നിന്നും പുറത്തേക്ക് മേൽശാന്തി എഴുന്നള്ളിച്ചുകൊണ്ട് വരികയാണ്. പുറത്തേക്ക് എഴുന്നള്ളിച്ച് ഓലക്കുടയുടെ അകമ്പടിയോടെയാണ് പുറത്തേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത്. എന്നിട്ട് രഥത്തിൽ ദേവിയെ ഇരുത്തും. രഥത്തിൽ ഇരുത്തിയതിന് ശേഷം ദീപാരാധന നൽകിയതിന് ശേഷമാണ് നമ്മൾ രഥം വലിച്ചുകൊണ്ട് പോകുന്നത്. ഞാനും രഥം വലിക്കാനുണ്ടായിരുന്നു ഈ വർഷവും. എല്ലാ വർഷവും രഥം വലിക്കാൻ നിൽക്കുന്നതാണ്. അപ്പോൾ ദീപാരാധനയെല്ലാം കഴിഞ്ഞ് ദേവിയെ രഥത്തിലിരുത്തി ദീപാരാധനയെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് എഴുന്നള്ളിച്ചു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് കരിക്കകത്തമ്മയുടെ പുറത്തെഴുന്നള്ളത്തെന്ന് പറയുമ്പം ഒരു വലിയ ആഘോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ വർഷത്തിലൊരിക്കൽ മാത്രമേ ശ്രീകോവിൽ നിന്നും പുറത്തേക്ക് എഴുന്നള്ളാറുള്ളൂ. ഇവിടെ ശീവേലി പോലുള്ള മറ്റ് ചടങ്ങുകളൊന്നും നടക്കാറില്ല. അങ്ങനെ പുറത്തെഴുന്നള്ളത്ത് ചടങ്ങൊന്നും നടക്കാറില്ല. അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ശ്രീകോവിലിൽ നിന്നും പുറത്തെഴുന്നള്ളത്ത് നടക്കാറുള്ളൂ. അപ്പം പുറത്തെഴുന്നള്ളത്ത് കഴിഞ്ഞ് ഏകദേശം വൈകുന്നേരത്തോടു കൂടി എൻ്റെ വീട്ടിലേക്ക് ദേവി എത്തിയിരുന്നു. ഒരു 4:30-5 മണിയായി. അപ്പോൾ ഞങ്ങളും തട്ട നിവേദ്യവും വച്ചൊരുക്കും എല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നാരങ്ങാഹാരമാണ് അമ്മയ്ക്ക് ചാർത്താൻ വേണ്ടി വെച്ചത്. പിന്നെ നിറകുടം, നിലവിളക്ക് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വന്ന് ഞങ്ങൾ തട്ട നിവേദ്യം സ്വീകരിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഞങ്ങൾ തയ്യാറാക്കിയ ഹാരം അമ്മയ്ക്ക് ചാർത്തി. എന്നിട്ട് പുഷ്പാഭിഷേകം ചെറിയ രീതിയിൽ പുഷ്പാഭിഷേകമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് തട്ട നിവേദ്യത്തിൽ ആരതി ദേവിക്ക് ഒഴിയുന്നതോടുകൂടിയാണ് ചടങ്ങ് അവസാനിക്കുന്നത്. അപ്പം ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബൈ.